വലിയ പ്രതീക്ഷയുണ്ട്. എന്തായാലും എ.കെ.എം. അഷ്റഫ് കൂടി നമ്മോടൊപ്പം എന്തായാലും ചേരുന്നുണ്ട്. എ.കെ.എം. അഷ്റഫിനോട് കൂടുതൽ നമുക്ക് ഇന്നത്തെ കാര്യങ്ങൾ അദ്ദേഹത്തിന് കൂടുതൽ വ്യക്തതയുണ്ടാകും. എ.കെ.എം. എന്താണ് ഇന്നത്തെ ഒരു തെരച്ചിലുമായി ബന്ധപ്പെട്ട്? ഇന്നിപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ നമ്മൾ ആ ലൊക്കേഷൻ കണ്ടെത്തി. ന്യൂസ് 18 ആദ്യമായി ഇത് വിജു വിളിച്ചു പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലൊക്കേഷൻ കണ്ടെത്തിയതിനു ശേഷം അവർ ഒരു വൈകുന്നേരം 4 മണിക്ക് ഞാനും സതീശൻ MLA-യും SP-യും കലക്ടറും ഞങ്ങൾ ഈ ഗംഗാവളി നദി ദൂരെ നിന്ന് കണ്ടതാണ് 5 ദിവസക്കാലം. ഞാൻ അവിടുത്തെ SDRF-ന്റെ നേവിയുടെ ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ ജാക്കറ്റ് ധരിച്ച് യാത്ര പോകുമ്പോഴാണ് എനിക്കതിന്റെ ഒരു ഭീകരത നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതൊന്നും മൂവ് ചെയ്യാൻ പോലും കഴിയുന്നില്ല. നിങ്ങൾ കാണുന്ന രീതിയിലുള്ള ഒരു വെള്ളച്ചാട്ടം അത്രയും ഭീകരമാണ്. ഈ അത്രയും നല്ല വൈദഗ്ധ്യം നേടിയ ആളുകൾക്ക് പോലും ഈ ബോട്ട് മുന്നോട്ടെടുക്കാൻ കഴിയുന്നില്ല. ഇന്നുള്ള ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് നല്ല മുങ്ങൽ വിദഗ്ധർ, മനുഷ്യന്റെ ഒരു ഇടപെടലാണ് ഇന്ന് ആവശ്യം. ഒരു ഹൂക്കിട്ട് ഇത് മുകളിലേക്ക് വലിക്കണം. അതിനിടയിൽ അർജുൻ അതിനകത്തുണ്ടോ? നമുക്കിപ്പോഴും ഒരു ആശങ്കയുണ്ട്. ട്രക്ക് മുകളിലേക്ക് വരുമ്പോൾ നമ്മൾ മുഴുവനും നമ്മൾ പ്രയത്നിച്ച നമ്മുടെ അർജുൻ ഇല്ലെങ്കിലോ എന്നുള്ളൊരു ചോദ്യം 100%. ആ അർജുൻ ഉണ്ടാവും. അതൊരു പരിശോധന കൂടി നടത്തി കർണാടകത്തിന്റെ എല്ലാ ടീം ഇന്നലെ സാധാരണയായി അവർ ഒരു 5:30 മണി 6 മണിക്ക് അവരുടെ മുഴുവൻ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുന്ന ടീം രാത്രി 10 മണി വരെ ബേസ് ആയിട്ടുള്ള വർക്കുകൾ മുഴുവനും നടത്തി. 7:30 എന്ന് പറഞ്ഞ ടീം അവർ 7 മണിക്ക് മുമ്പെത്തി. ഇന്ന് അവരെല്ലാം ഒരു തെരച്ചിൽ ആരംഭിച്ചു. അപ്പൊ അല്പസമയത്തിനകം നമുക്ക് തീർച്ചയായും ഇതൊരു നിങ്ങൾ വല്ല ചിന്തിക്കേണ്ട ഒരു വിഷയം. കേരളത്തിലെ മീഡിയകളാണ്, നിങ്ങളെപ്പോലെയുള്ള മീഡിയകളാണ് ലോകത്തിന്റെ മുമ്പിൽ അർജുനന് വേണ്ടി ഏറ്റവും വലിയ ഇടപെടൽ നടത്തിയത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മീഡിയകൾ വന്നപ്പോൾ കർണാടക ഗവൺമെന്റിന്റെ ഒരു ഇടപെടലിനെ കുറിച്ചുള്ള ചർച്ച, കേരള കർണാടകം തമ്മിലുള്ള വലിയ രീതിയിൽ പല ചർച്ചകളും വന്നിരുന്നു. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇവിടുത്തെ ഗവൺമെന്റ് പ്രത്യേകം ഒരു ചാലഞ്ചായി അവരെടുത്ത് ഇത് കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതുകൂടി ഇതിന്റെ വേഗതയ്ക്ക് വലിയ ഗുണം ചെയ്തു എന്നുള്ളതാണ് വസ്തുത. ഈ ലോറി കണ്ടെത്തി, പക്ഷേ ഈ ലോറി ഏത് രീതിയിലാണ് ഉള്ളത്, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായും ലോറി നമ്മൾ കണ്ടെത്തി. അതിന്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ അവർ ഐഡന്റിഫൈ ചെയ്തു. കീഴ്മറിഞ്ഞ് നിൽക്കുന്നു എന്നുകൂടി അവർ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു. ഇന്നിപ്പോ ഒരു 1-2 മണിക്കൂർ കൊണ്ട് മുങ്ങൽ വിദഗ്ധരെത്തി കൃത്യമായി എനിക്ക് തോന്നുന്നു വലിയ ഇന്നലെ വരെയുള്ള ഒരു ചാലഞ്ചസ് ഒന്നും ഇന്നുണ്ടാവില്ല. പ്രത്യേകിച്ച് ഇപ്പൊ നിങ്ങൾക്കറിയാം, നമ്മളിപ്പോ തന്നെ കാലാവസ്ഥ മാറി, നല്ല മഴ പെയ്യുന്നുണ്ട്. ഈ നിമിഷ നേരം കൊണ്ട് അവിടുത്തെ കാലാവസ്ഥ മാറുന്നുണ്ട്. ഒന്ന് മൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള മഴ പെയ്യുന്നുണ്ട്. കാലാവസ്ഥ ഒരു ചെറിയ അനുകൂലമായി വന്നാൽ മാത്രം മതി. കാലാവസ്ഥ വിപരീതമാകും മാത്രമാണ് ഇത് ഈ ആളുകൾക്കൊരു സംശയമുള്ളത്. ഈ ലോറി ചളിയിൽ ഇങ്ങനെ പൂണ്ട് കിടക്കുകയാണോ, ആ ക്യാബിനിലേക്ക് എങ്ങനെ എത്താൻ പറ്റും എന്നൊക്കെ ഒരു സംശയം. ലോറി ചെളിയിൽ പൂണ്ട് കിടക്കുന്ന അല്ല, അവിടെ ചളിയുണ്ട് പക്ഷെ പൂണ്ട് കിടക്കുന്നല്ല. ഇത് എടുക്കാനുള്ള എല്ലാ ടെക്നിക്കലായിട്ടുള്ള ഇടപെടൽ അവർ നടത്തുന്നുണ്ട്. ഓക്കെ, അശ്വതി കുറച്ച് മാറി നിൽക്കാമെന്ന് തോന്നുന്നു. മഴ ശക്തമായി വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും എ.കെ.എം. അഷ്റഫിനോട് കുറച്ച് വിവരങ്ങൾ കൂടി തേടേണ്ടതുണ്ട്. ആ ലോറിയുടെ ഏത് രീതിയിലാണ് ലോറി, അതൊന്നും വിശദമാക്കാൻ പറ്റും? അവര് ഇന്നലെ പറഞ്ഞൊരു കാര്യം നമ്മൾ എല്ലാവരും നിരന്തരമായി ചോദിച്ചൊരു ചോദ്യമായിരുന്നു. അർജുനെ പരുതുമ്പോൾ 300 തടിക്കഷ്ണങ്ങൾ 3 പേര്, ഏതെങ്കിലും ഒരു തടിക്കഷ്ണമെങ്കിലും ഈ 9 ദിവസക്കാലം ഇത്രയും വൈദഗ്ധ്യം നേടിയ ഇന്ത്യൻ ആർമി, നേവി, SDRF ഈ ടീമുകൾക്ക് കണ്ടുപിടിക്കാൻ കഴിയേണ്ടതെന്ന്. അപ്പൊ അവരന്നൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് ഈ മണ്ണിടിച്ചൽ സമയത്ത് മെല്ലെ ഈ ലോറി മൂവായി, ഈ ട്രക്ക് മൂവായി നേരെ കീഴ്മേൽ മറിച്ച് വീണു. ടയറാണ് മുകളിലെന്നാണ് അവർ അന്ന് മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കും ഇപ്പൊ ഇന്നലെ അവർ കിട്ടിയൊരു കാര്യം, തലകീടായി മറിഞ്ഞതുകൊണ്ടാണ് ഒരു മരക്കഷ്ണം പോലും പുറത്തു വരാത്തതെന്ന്. അപ്പൊ ഇത് ചെളിയിൽ പൂണ്ടിങ്ങനെ കിടക്കുന്നു എന്നാണ് പറഞ്ഞത്. ഏതായാലും ഒരു അല്പസമയത്തിനകം നമ്മളൊക്കെ കാത്തിരുന്നു. ചെളി മാറ്റിയതിനു ശേഷം ഈ ക്യാബിനകത്ത് അർജുനുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അതാണ് പ്രധാന ദൗത്യം. തീർച്ചയായും അർജുനുണ്ടോ എന്ന് ഉറപ്പുവരുത്തും. ഇതിനൊരു ഹുക്ക് ഘടിപ്പിച്ച് എത്രയും പെട്ടെന്ന് മുകളിലേക്ക് പൊക്കാനുള്ള ഒരു ശ്രമം. അതിനുള്ള ഈ അത്യാധുനിക സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ടോ? അതിലെത്തിയോ? എല്ലാ സംവിധാനങ്ങളും ഒന്നല്ല, അതിനേക്കാളും ഇപ്പോ ഒരു പക്ഷെ ഞാൻ കാണുന്നൊരു കാര്യം ഇതല്ല എങ്കിൽ പോലും അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഇന്ന് അവർ നിൽക്കുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ട് മുമ്പ് തന്നെ തീർച്ചയായും നമ്മുടെയൊക്കെ പ്രയറാണ്, അതെന്തായാലും നമുക്ക് ലഭിക്കും. അശ്വതി, അതാണ് ഏറ്റവും പ്രധാനം. എ.കെ.എം. സൂചിപ്പിച്ചത് ഇന്ന് വൈകിട്ട് മുമ്പ് തന്നെ അർജുനെ കണ്ടെത്താനാകുമെന്ന ഒരു വലിയ പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവച്ചത്. ഇതിന്റെ ഇപ്പോഴത്തെ
ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് അദ്ദേഹം തന്നു കഴിഞ്ഞു. ലോറിയുടെ ഏത് സാഹചര്യത്തിലാണ് ഈ ലോറി ഉള്ളത് അതൊക്കെ കൃത്യമായി പ്രേക്ഷകർക്ക് അദ്ദേഹം നൽകി കഴിഞ്ഞു. ഇത്തരത്തിൽ ഓരോ ഘട്ടത്തിലും കൃത്യമായ വിവരങ്ങൾ നമ്മൾ ഇനിയും അത്തരം വിവരങ്ങളുമായി ഉണ്ടാകും. അതാണ് നമുക്ക് ശിരൂരിൽ നിന്നും ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. അശ്വതി, അതാണ്